ഹലോ, എല്ലാവർക്കും ഷിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. ഡൊണ്ണെ ബിരിയാണി എന്നാണ് ഇതിന്റെ പേര്. ഇത് കർണാടകയിലത്തെ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് ഇന്ന് നമുക്ക് ഇവിടെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നമ്മൾ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ ഇത് എങ്ങനെയാ തയ്യാറാക്കാൻ നമുക്ക് വീഡിയോയിലൂടെ കാണാം. നല്ല സൂപ്പർ ടേസ്റ്റി ഡൊണ്ണെ ബിരിയാണി. ഓക്കെ, അപ്പൊ ഇതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കപ്പ് കൊണ്ട് 1.5 കപ്പ് റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ റത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒരു അരിപ്പയിൽ അരിച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾ 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഫസ്റ്റ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഗരം മസാല, ഇത്രയും ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അപ്പം ഞാൻ ഇത് നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ കേടും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് എല്ലായിടത്തേക്കും പിടിക്കത്തക്ക രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇതിനെ മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ പിടിക്കത്തക്ക രീതിയിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിയിലയും പുതിനയിലയാണ് ഈ ഡൊണ്ണെ ബിരിയാണിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എല്ലാ സ്പൈസസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഒരു സവാളയാണ്, ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിനൊന്ന് വഴറ്റിയിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഈ സവാളയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് റെഡിയായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പുതിനയും മല്ലിയിലയും കൂടിയിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ, അതും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് അല്പം കൂടി വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇപ്പം നോക്കിയാൽ നല്ല ആവിയൊക്കെ വന്ന് അത് നന്നായിട്ടൊന്ന് മിക്സായി അതിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റൈസ് ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ റൈസും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ആ റൈസുമ്മേലേക്ക് പിടിക്കത്തക്ക രീതിയിൽ ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 1.5 കപ്പ് അരിക്ക് നമ്മൾ 2.5 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ, ഞാൻ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതേ ഒരു പരുവായി കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിമൊക്കെ ലോ ആക്കണം. അപ്പോൾ ഇത് ഇത്തിരി ഒന്ന് വെന്ത് വന്നിട്ടുണ്ടല്ലോ, ഇനി കുറച്ചും കൂടി നല്ല രീതിയിൽ വെന്ത് വരാനുണ്ട്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അതായത് വെയിറ്റ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിനെ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്നു നോക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ തുറന്നു പോവുകയാണ്. അങ്ങനെ തുറന്നു നോക്കിയിട്ട് ഇതിനെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് നല്ലവണ്ണം ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ അടിയിലൊക്കെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന്
ഒക്കെ ഒന്ന് നല്ല രീതിയിൽ യോജിപ്പിച്ചിട്ട് ഇതിനൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇതിനെ അടച്ചു വെച്ചിട്ട് ഈ വെയിറ്റ് അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. അങ്ങനെ വെച്ച് ഒരു 10 മിനിറ്റ് ഇതിനെ വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഡൊണ്ണ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ നമ്മൾ തുറന്ന് നോക്കാൻ പോവാണ്. കണ്ട നല്ല സൂപ്പറായിട്ട് ഈ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം നോക്കിയാൽ എല്ലാതും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും അങ്ങനെ അധികം ഒന്നും ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഡൊണ്ണ ബിരിയാണി. വളരെ സിമ്പിളാണല്ലേ, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടും എന്നുവെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. റൈസൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇതേ കുറച്ച് സാലഡും പപ്പടമൊക്കെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണിയും കൂടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ തന്നെ ആ റൈസ് കണ്ടോ നല്ല രീതിയിൽ തന്നെ അത് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും ഓവർ വേവും അല്ല, എന്നിട്ട് കറക്റ്റ് പാകത്തിനാണ് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയി വന്നിട്ടുള്ളത്. ഞാനിത് നിങ്ങൾക്കൊന്ന് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കയ്യിലൊന്ന് പിടിച്ച് കാണിച്ചു തരാം. മാത്രമല്ല അതിൻ്റെ ടേസ്റ്റും കൂടി നമ്മളൊന്ന് നോക്കണം അല്ലേ. അപ്പം നോക്കിയാൽ ബിരിയാണി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഹാവ്, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.